ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ.പി. അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് കെഎസ്ആർടിസിയുടെ AI പവേർഡ് വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും ചടങ്ങിൽ നടക്കും. സംരംഭകരെയും സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മേഖലയെയും ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോഴഞ്ചേരി, തിരുവല്ല, കോട്ടയം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്കും അവധിയാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിക്ക് ആശ്വാസം. മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. മഴ മാറിയെങ്കിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. നായർ. ജില്ലയിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ കുമരകം, തിരുവാർപ്പ്, ഐമനം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള വീടുകളും കടകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. ജില്ലയിൽ 180 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9752 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 19.96 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനായി ദുരിത മേഖലയിലേക്കുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനം യാത്ര തിരിച്ചു. നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട, റാന്നി മേഖലയിലേക്ക് 2 വാഹനങ്ങളാണ് ഇന്ന് യാത്ര തിരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ.പി. അനിൽകുമാർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. എന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ തിരുവല്ല, കോഴഞ്ചേരി താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ജില്ലയിൽ നിലവിൽ 115 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ മുന്നറിയിപ്പ്. നാളെ രാവിലെ 11:30 വരെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. ഈ സമയം 20 മിനിറ്റോളം പവർ ഹൌസിൽ നിന്നും പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കെഎസ്ആർടിസിയുടെ AI പവേർഡ് വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു.
ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ KSRTC മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് വിതരണം, 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ആറന്മുള വള്ളസദ്യ പുനരാരംഭിച്ചു. മഴയും വെള്ളക്കെട്ടും മൂലമുള്ള ഗതാഗത തടസ്സം നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്ന് ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25-ന് വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്നും ബംഗളൂരു വഴി കോട്ടയത്തേക്കെത്തുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും തിരുവോണ ദിവസം രാത്രി 10:00 പുറപ്പെടും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ നിർവഹിക്കും. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി M. ജോൺ, VE അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയർ ആയാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 6 ലക്ഷത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൗജന്യ കിറ്റുകൾ നൽകും. 1000 രൂപയ്ക്ക് 21 ഇനങ്ങൾ അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1500 രൂപയ്ക്ക് 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ്, 2000 രൂപയ്ക്ക് 30 ഇനങ്ങൾ അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. ഈ മാസം 12-നാണ് കർക്കടകവാവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഓൺലൈൻ ബുക്കിംഗ് വന്നതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി 11 ബലിമണ്ഡപങ്ങളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിങ്ങിനായി സമീപത്തെ ഗ്രൗണ്ടിലും സ്കൂളിലും സൗകര്യം ഏർപ്പെടുത്തും. ജില്ലയിലാകെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കുന്നത്. വാവുബലി ചടങ്ങുകൾ നടക്കുന്ന ദിവസവും തലേദിവസം വൈകുന്നേരവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും നടത്തും. കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ്, ആലുവ നഗരസഭ തുടങ്ങിയ വകുപ്പുകളുടെയും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഴ വീണ്ടും ശക്തമായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഈ മാസം 12-നാണ് കർക്കിടകവാവ് ബലിതർപ്പണം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യാജ ലോൺ ആപ്പ്, മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായി കാനറ ബാങ്ക് ജനറൽ മാനേജറും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനറുമായ സന്തോഷ് VS പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് KSRTCയുടെ AI പവേർഡ് വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.